ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ. ഈ 2025 LGSൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഈ ഒക്ടോബർ അവസാനം വാരങ്ങളിൽ വരും. അപ്പോൾ അതെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വേക്കൻസി ആണല്ലോ. അപ്പോൾ അത് ആവശ്യത്തിലധികം വേക്കൻസികളും ഉണ്ട്. അപ്പം ഇത് ഡിഗ്രിക്കാർക്കും എഴുതാവുന്ന വേക്കൻസി ആയതുകൊണ്ട് തന്നെ കൂടുതലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് വൈസുള്ള ക്ലാസ്സുകൾ ഇങ്ങോട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെയാണ് പൊതുവിജ്ഞാനം 40 മാർക്ക്. ഇത് സിലബസ് 5 ആയിട്ടുള്ള പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസികശേഷി നിരീക്ഷണ പാഠ പരിശോധന 20 മാർക്ക്. അതിൽ ഒന്നാമത്തെയാണ് പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാനത്തിൽ ഒന്നാമത്തെ പാർട്ടായിട്ട് വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിന് നമുക്ക് 5 മാർക്കാണ്. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മാത്രമല്ല, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായാലും ഒന്നാമത്തെ ഭാഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിൽ ക്വസ്റ്റ്യൻസ് മെയിൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ഇനി മുഗൾ ഭരണത്തിന് പൂർണ്ണമായും പതനത്തിന് കാരണമായ വിപ്ലവം എന്നറിയപ്പെടുന്നതും 1857 വിപ്ലവം തന്നെയാണ്. 1857 കലാപത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്നത് ശിപ്പായി ലഹള എന്നായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലെ ഉത്തർപ്രദേശിലായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് വർഷമാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ ചോദിച്ചിട്ട് പല PSCകളിലും ചോദിച്ചിട്ട് ക്വസ്റ്റ്യനാണ്. 1857 മെയ് 10. ഈ ഡേറ്റ് എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം. ഇതിന് മുമ്പ് PSCകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനാണ്. 1857 വിപ്ലവം പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ആർമിയിലെയും ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷ് തമ്മിലുള്ള അനുപാതം 6:1. അതായത് 1857 വിപ്ലവം പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷും ഇന്ത്യൻ ആർമിയിലെയും ഇന്ത്യൻ സൈനികരും തമ്മിലുള്ള അനുപാതം 6:1. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി ആയിരുന്നു. ഈ വിപ്ലവകാരികൾ ആദ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി ആയിരുന്നു. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1857 മെയ് 12. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1857 മെയ് 12. ഇനി 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്ന് പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. ഇതിന് കലാപകാരികളുടെ രഹസ്യമുദ്ര എന്ന് പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. ഇതിനെ അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നു. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവത്തിനായിരുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ. ഇത് ചിലപ്പോൾ നമുക്ക് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇപ്പോൾ വന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരിതാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കേണ്ട. 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് റെഗുമെൻ്റ് നിയമം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് മംഗൾ പാണ്ഡെയെക്കുറിച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. ഈ മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം എന്ന് പറയുന്നത് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻ്റ്. മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജെയിംസ് ഹ്യൂസൻ ആയിരുന്നു. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്നി ആയിരുന്നു. ജോൺ ഹെയ്നിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയായിരുന്നു ജമാദർ ഈശ്വർ പ്രസാദ്. പിന്നെ വന്നത് മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. അത് 50 പൈസ സ്റ്റാമ്പിലായിരുന്നു. മംഗൾ പാണ്ഡെയെ കുറിച്ച് ഒന്നുകൂടിയും പറയാം. ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ഇവരുൾപ്പെടുന്ന സൈനിക വിഭാഗമായിരുന്നു ഇൻഫൻട്രി റെജിമെൻറ്റ്, 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റ്. പിന്നെ അഡ്ജുട്ടൻ്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29.
മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ജെയിംസ് ഹൂസൻ. ജെയിംസ് ഹൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്നി. ജോൺ ഹെയ്നിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ തൂക്കിലേറ്റിയ വ്യക്തിയായിരുന്നു ജമാദർ ഈശ്വർ പ്രസാദ്. 1984 50 പൈസ സ്റ്റാമ്പിലാണ് മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായി തപാൽ പുറത്തിറക്കിയത്. ഇത്രയാണ് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് ഭാഗമായിട്ടാണ് എടുത്തിട്ടുള്ളൂ. ബാലൻസ് ഭാഗങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്ന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കും.